ജീവിതത്തിൽ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നിറഞ്ഞ കൗമാരം, കുട്ടികളിൽ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം, വീട്ടുകാരെക്കാൾ സൗഹൃദങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന പ്രായം, ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നവർ, മാതാപിതാക്കൾ വഴക്കു പറഞ്ഞാൽ മനസ്സ് പതറുന്നവർ. ഈ പ്രായം പിന്നിട്ട് വന്ന നമ്മൾ 16-ാം വയസ്സിലേക്ക് എപ്പോഴെങ്കിലും പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? മലപ്പുറം താനൂരിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായ കേസിനെക്കുറിച്ച് ചിന്തിച്ചാൽ പല ചോദ്യങ്ങളും ഉയരാം. നാട്ടിലെത്തിയാലുള്ള എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുമെന്ന ആശങ്ക ആ കുട്ടികൾക്കുണ്ടാകും. ഒരെടുത്തുചാട്ടത്തിന് വീട് വിട്ടിറങ്ങിയ കുട്ടികളെ കൈവിടാൻ പാടില്ല, അവരെ ചേർത്തു നിർത്തണം. ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ ഈ കേസും ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും കൂട്ട ആത്മഹത്യയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ടു പകലും രാത്രിയും ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ 2 പെൺകുട്ടികളുടെ തിരോധാനം. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പല സംശയങ്ങളും ഉയരുന്നുണ്ട്. 16 വയസ്സുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് മുംബൈ വരെ എത്തിയത്? അവർക്ക് യാത്രയ്ക്കുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിന് കേസിൽ പങ്കുണ്ടോ? പൂനെയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥിനികളുമായി പോലീസ് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ ട്രെയിൻ തിരൂരിലെത്തും. രക്ഷിതാക്കളുമായി കുട്ടികൾ ഫോണിൽ സംസാരിച്ചു. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ടെന്നും യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനായതാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് അറിയുന്നതെന്നും SP വ്യക്തമാക്കി. വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പെൺകുട്ടികൾ മുംബൈയിലെ മലയാളി സമാജം പ്രവർത്തകരോട് പറഞ്ഞതായാണ് വിവരം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പൂനെയിലെ ജുവനൈൽ ബോർഡിന്റെ കെയർ ഹോമിലേക്ക് മാറ്റിയ കുട്ടികളെ പിന്നീട് താനൂർ പോലീസിന് കൈമാറി. വൈകിട്ട് 5:30-ക്കുള്ള ഗരീബ് രഥിലാണ് കുട്ടികളുമായി അന്വേഷണ സംഘം യാത്ര തിരിച്ചത്. ഇതിനിടെ വീട്ടുകാരുമായും കുട്ടികൾ ഫോണിൽ സംസാരിച്ചു. കുട്ടികളെ വേഗം തന്നെ കണ്ടെത്തിയതിൽ പോലീസ് അടക്കം ആശ്വാസത്തിലാണെങ്കിലും ഇനിയും കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കുട്ടികളെയും രക്ഷിതാക്കളെയും കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് തീരുമാനം. സ്കൂളിലേക്ക് പോയപ്പോൾ 2 കുട്ടികളുടെയും കൈവശം വളരെ കുറച്ച് പണം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മുംബൈയിലെ സലൂണിൽ 10,500 രൂപ ഇവർ ചെലവാക്കിയിരുന്നു. ഇവർ സ്വർണ്ണാഭരണം വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് സംശയം. യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇരുവരും പറഞ്ഞതിനാൽ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് കോഴിക്കോട് നിന്ന് ഒപ്പം പോയ യുവാവ് പോലീസിനോട് പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 മലപ്പുറം. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായത് മൊബൈലിന്റെ ടവർ ലൊക്കേഷനാണ്. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വഴി മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര. അതിനിടെ മുംബൈയിലെ ലോണാവാലയിൽ വെച്ച് മൊബൈലിൽ പുതിയ സിം കാർഡ് ഇട്ടതോടെ അന്വേഷണത്തിൽ വഴിത്തിരിവ്. അങ്ങനെയാണ് 38 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പെൺകുട്ടികളെ കണ്ടെത്തിയത്.
അതുവരെ രക്ഷിതാക്കളും നാട്ടുകാരും കടന്നുപോയത് സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെയാണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിയായ യുവാവിനെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് +2 വിദ്യാർത്ഥികളായ ഇരുവരും പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിലൊരാൾ സ്കൂളിലെത്തിയത് രക്ഷിതാവിനൊപ്പം. എന്നാൽ രണ്ടുപേരും പരീക്ഷാ ഹാളിൽ കയറിയില്ല. പരീക്ഷയ്ക്ക് ഹാജരായില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് വീട്ടുകാർ കാര്യമറിയുന്നത്. അപ്പോഴേക്കും താനൂരിൽ നിന്ന് കോഴിക്കോടെത്തിയ വിദ്യാർത്ഥികൾ ട്രെയിൻ മാർഗം മുംബൈയിലേക്ക് തിരിച്ചിരുന്നു. ബുധനാഴ്ച ഇരുവരും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട മലപ്പുറം എടവണ്ണ സ്വദേശി റഹീമിനൊപ്പമാണ് യാത്രയെന്ന് പോലീസ് കണ്ടെത്തി. ടവർ ലൊക്കേഷനും ശേഖരിച്ചു. ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥികൾ പൻവേലിലെത്തി. ഇവിടെ വെച്ച് റഹീമിന്റെയും വിദ്യാർത്ഥികളുടെയും യാത്ര 2 വഴിക്കായി. അവിടെ ഒരു മലയാളി യുവതി നടത്തുന്ന ലാസ്യ എന്ന പേരുള്ള സലൂണിൽ കയറിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മുടി സ്ട്രെയിറ്റ് ചെയ്തു. ലാസ്യ സലൂൺ ഉടമയുടെ ഫോണിൽ നിന്ന് ഇവർ റഹീമിനെ വിളിച്ചു. മൊബൈലിൽ പുതിയ സിം കാർഡ് ഇട്ടത് അന്വേഷണത്തിൽ വഴിത്തിരിവായി. ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ കേരള പോലീസ് വിദ്യാർത്ഥികൾ പൻവേലിലെത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിന് കൈമാറി. ഇതിനിടയിൽ റഹീം കസ്റ്റഡിയിലായി. മഹാരാഷ്ട്ര പോലീസ് സലൂണിൽ എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. 10 മണിയോടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ആരംഭിച്ച വിദ്യാർത്ഥികളെ ലോണാവാലയിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വന്തം അനുജനെയും കാമുകിയും ഉൾപ്പെടെ ഉറ്റവരായ 5 പേരെ കൊലപ്പെടുത്തിയിട്ടും കുറ്റബോധം ലെവലേശമില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ആരെയും കൂസാതെയായിരുന്നു പ്രതിയുടെ നിൽപ്പ്. ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ പാങ്ങോടുള്ള വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പിനെത്തിച്ചത്. തുടർന്ന് സഹോദരനെ കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ്. രാവിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി അരമതിൽ നിന്നും ചാടിയതിനെ തുടർന്ന് അഫാന് നിസ്സാര പരിക്കേറ്റിരുന്നു. പ്രതി മാല പണയം വെച്ച ഫിനാൻസ് സ്ഥാപനത്തിലും പണം നിക്ഷേപിച്ച ATM-ലും നാളെ തെളിവെടുപ്പ് നടത്തും. വൈകിട്ട് 4:30യോടെയാണ് പോലീസ് സംഘം അഫാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ്. ആദ്യം പോയത് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. വീടിനകത്ത് 10 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. കൊല നടത്തിയ രീതി അഫാൻ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. തുടർന്ന് വെഞ്ഞാറമൂടിലെ അഫാന്റെ വീട്ടിലേക്ക്. അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയതും ഇവിടെ വെച്ചാണ്. 3/4 മണിക്കൂറിലേറെ നീണ്ടുനിന്ന തെളിവെടുപ്പിന് ശേഷമാണ് പ്രതിയെ വീടിന് പുറത്തെത്തിച്ചത്. നിരവധി പേരാണ് പ്രതിയെ കാണാൻ തടിച്ചുകൂടിയിരുന്നത്. തുടർന്ന് അഫാനെ തിരികെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതിയെ കൊണ്ടുവരുന്നത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ 2ഇടങ്ങളിലും വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ തെളിവെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി ഭാഗത്ത് അഫാൻ തളർന്നു വീണിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്.
അഫാൻ അരമതിലിൽ നിന്ന് ചാടി മനഃപൂർവ്വം പരിക്കുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഏറ്റുമാനൂരിലെ ഷൈനിക്കും മക്കൾക്കും അന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. മരിക്കാനായി തെരഞ്ഞെടുത്ത ദിവസവും രാവിലെ പതിവ് പോലെ പള്ളിയിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മരണം മുന്നിൽ കണ്ട ഇളയ മകളുടെ മനസ്സ് പാതി വെച്ചൊന്ന് പതറി. അതോടെ മകൾ ഇവാനയുടെ കയ്യിൽ ഷൈനി ബലമായി പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. മരിക്കുന്നതിന് മുൻപ് മൂവരും വീട്ടിൽ നിന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതേസമയം ഏറ്റുമാനൂരിലെ കൂട്ട ആത്മഹത്യാ കേസിൽ ഭർത്താവ് നോബിക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ് രംഗത്തെത്തി. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നോബി ഷൈനിയെ വിളിച്ച് മരിച്ചുകൂടെ എന്ന് ചോദിച്ചതായി പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നു. 9 മാസം മുൻപ് മർദ്ദനമേറ്റപ്പോൾ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും ആക്ഷേപമുണ്ട്. പുലർച്ചെ 4:45 ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് പോകുന്നത്. ഇളയ മകളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണാം. കല്യാണം നടന്ന അന്നു മുതൽ ഷൈനി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായാണ് പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നത്. വിവാഹമോചനം നൽകാനും തയ്യാറായില്ല. ആത്മഹത്യക്ക് മണിക്കൂറുകൾക്ക് മുൻപ് നോബിയുടെ ഫോൺ വിളിയുണ്ടായി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. പോലീസിനെതിരെയും ഷൈനിയുടെ പിതാവ് രംഗത്ത് വന്നു. ഷൈനി മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പോലീസ് കേസെടുക്കാൻ വൈകി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇന്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു. ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചത് പ്രകാരമാണ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. ഷൈനിയുടെ ആത്മഹത്യയിൽ വസ്തുതകൾ പുറത്തുവരണമെന്ന് തൊടുപുഴ കരിങ്കുന്നം വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഒന്നാകെ തീരുമാനമെടുത്തതുകൊണ്ടാണ് നോബിയുടെ വീട്ടിൽ ആരും പോകാതിരുന്നത്. ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ളത് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ ആരും പോകുന്നില്ല എന്ന് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. അതിന്മേൽ ഞങ്ങൾ പള്ളിയിൽ വന്നു. ബാക്കി ഞങ്ങളോട് വന്നപ്പം മറ്റാൾക്കാരും ഇവിടെ കാണാൻ സാധിച്ചു. അപ്പം എല്ലാവരും ആ ഒരു തീരുമാനമാണ് എടുത്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനിടെ ഭർത്താവ് നോബി മാത്രമാണോ ഷൈനിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ആത്മഹത്യക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. മാനൂർ സ്വദേശി അബ്ദുൾ ലത്തീഫും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാകുന്നു. പിന്നാലെ കയ്യാങ്കളി. അതിനിടെ ലത്തീഫ് കുഴഞ്ഞു വീണു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കേസിൽ ബസ് ജീവനക്കാരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. രാവിലെയായിരുന്നു അബ്ദുൾ ലത്തീഫും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത്. അബ്ദുൾ ലത്തീഫ് ഓട്ടോറിക്ഷയിൽ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത് ബസ് ജീവനക്കാർ തടഞ്ഞ് ചോദ്യം ചെയ്തത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. ഇതിനുശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട അബ്ദുൾ ലത്തീഫ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയും ആശുപത്രിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. തുടർന്ന് ഒതുക്കങ്ങളിൽ നാട്ടുകാർ സ്വകാര്യ ബസ് തടയാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷത്തിന്റെ വക്കോളമെത്തി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്.
എല്ലാവരും വേണ്ടപ്പെട്ടേ, ബസ്സാണെങ്കിലും ഓട്ടോ ആണെങ്കിലും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടേ. പക്ഷെ ചെയ്യുന്ന ന്യായം നീതിയില്ലേ? അബ്ദുൽ ലത്തീഫുമായി സംഘർഷമുണ്ടായ 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടികളും വീട്ടമ്മമാരും പുറത്തിറങ്ങാൻ പോലും ഭയക്കുന്നു. ആരെ ആക്രമിക്കണമെന്നറിയാതെ അക്രമികൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത് പട്ടാപ്പകലാണ്, അതും സ്വന്തം വീട്ടിൽ വെച്ച്. ആരുമില്ലാത്ത തക്കം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറിയ അയൽവാസി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു. കേസിൽ ഇഞ്ചക്കാട് കുരിശുമല സ്വദേശി മാരി ഖനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് കുരിശുമല സ്വദേശി 33-കാരിയായ വീട്ടമ്മയ്ക്ക് നേരെയാണ് അയൽവാസിയുടെ ആക്രമണമുണ്ടായത്. ഇഞ്ചിക്കാട് വാടക വീട്ടിലാണ് വീട്ടമ്മയും ഭർത്താവും താമസിച്ചിരുന്നത്. ഇഞ്ചിക്കാട് വാടക വീട്ടിലാണ് വീട്ടമ്മയും ഭർത്താവും ഇവരുടെ മകളും താമസിച്ചു വരുന്നത്. വ്യാഴാഴ്ച രാവിലെ ഭർത്താവ് ജോലിക്ക് പോയി. മകൾ സ്കൂളിലേക്കും പോയ ശേഷം വീട്ടമ്മ തനിച്ചായ സമയത്ത് അയൽവാസിയായ മാരിഖനി എന്നയാൾ മദ്യപിച്ചെത്തി വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും വീട്ടമ്മയെ കടന്നു പിടിക്കുകയും ചെയ്തതായാണ് പരാതി. വഴങ്ങാത്തതിനെ തുടർന്ന് തന്നെ മർദ്ദിച്ചതായും വീട്ടമ്മ പറഞ്ഞു. வந்து பின்னாடி கூடி பிடிச்சி அடிச்சு கன்னத்துலலாம் அடிச்சு இங்கே அடிச்சு பிடிச்சி காலை வச்சு தள்ளி விட்டு நைட்டியெல்லாம் கிழிச்சு நான் ஒரு எத்தி விட்டுட்டு தானே நான் பின்னாடி அவன் வந்த வழியே நான் இறங்கி நான் ரோட்டுக்கு ஓடி கழிஞ்சு என் பின்னாடியே வந்துட்டு அங்கே வச்சு என்னை அடிச்சு என்னாலே முடிஞ்ச அளவில் நான் அவனை அடித்தேன்னா என்னை கொண்டு அடிக்க முடியலை. ஒரு அடி 2 அடி என்னமோ அடித்தேன். என்னால் அது கொண்டு எனக்கு முடியலை. വീട്ടമ്മ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതി മാരിഖനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ അരണക്കല്ലിൽ അയൽവാസിയായ പെൺകുട്ടിയെ മർദ്ദിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവമുണ്ടായത്. ഈ കേസിലെ പ്രതിയെ കുമളി പോലീസ് പിടികൂടിയതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് ലൈംഗിക അതിക്രമത്തിന് ശ്രമമുണ്ടായത്. ന്യൂസ് 18 ഇടുക്കി. പാർട്ടി സഖാക്കൾ മദ്യം ഉപയോഗിക്കരുത്, എന്നാൽ വിൽപ്പന നടത്താം. ഇതുപോലെയാണോ ലഹരിയുടെ കാര്യവും? സർക്കാരും പാർട്ടിയും ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോൾ ആലപ്പുഴയിൽ MDMA-യുമായി പിടിയിലായത് CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. CPM കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് ലഹരി കേസിൽ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് MDMA-യും വിൽപ്പന നടത്തിയിൽ നിന്ന് ലഭിച്ച പണവും കണ്ടെടുത്തു. മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നടപടി CPM സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രസ്താവന നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ മാരക ലഹരി വസ്തുവായ MDMA-യുമായി സൗത്ത് പോലീസ് പിടികൂടുന്നത്. MDMA-യുമായി തന്നെ പിടിയിലായ ഹരിപ്പാട് സ്വദേശിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിൽ നിന്നാണ് തനിക്ക് രാസലഹരി ലഭിച്ചുവെന്ന വിവരം ഹരിപ്പാട് പോലീസിന് അയാൾ നൽകുന്നത്. തുടർന്ന് സൗത്ത് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. രാത്രി 9:30-ഓടെ വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാളുടെ കൈവശം പ്ലാസ്റ്റിക് കവറിൽ ലഹരി വസ്തുവും 2 ഒഴിഞ്ഞ സിറിഞ്ചുകളും ഉണ്ടായിരുന്നു. വിൽപ്പന നടത്തി ലഭ്യമായ 2500 രൂപയും പോലീസ് കണ്ടെടുത്തു. വിഘ്നേഷ് ബ്രാഞ്ച് സെക്രട്ടറിയാകുന്നതിന് മുമ്പ് SFI മുൻ ആലപ്പുഴ ഏരിയ സെക്രട്ടറിയും കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറുമായിരുന്നു. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായ കേസിൽ ലഹരി വസ്തുവിന്റെ ഉറവിടം കണ്ടെത്താൻ തുടരന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്.
മുനിസിപ്പൽ സ്റ്റേഡിയം വാർഡ് കേന്ദ്രീകരിച്ചുള്ള CPM ഏരിയ കമ്മിറ്റി അംഗവും കേസ് ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. ആലപ്പുഴയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി തന്നെ MDMAയുമായി പിടിയിലാകുന്നത്. ലഹരിക്കെതിരെ പാർട്ടിയും സർക്കാരും വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ ഡീഹണ്ട് എന്ന പേരിൽ പോലീസ് പരക്കം പായുന്നു. ആ ഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വളർന്നു വന്ന CPMന്റെ ബ്രാഞ്ച് ഭാരവാഹിത്വത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി MDMAയുമായി ആലപ്പുഴയിൽ പിടിയിലാകുന്നത്. ലഹരി ഉപയോഗം മാത്രമല്ല, വിൽപ്പന നടത്തിയെന്ന ഗുരുതര കുറ്റവും ഈ കേസിൽ നിലനിൽക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്നത് കൊച്ചി നഗരത്തിലാണ്. വിദേശത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് ലഹരി ഒഴുകുന്നത്. ഒമാനിൽ നിന്ന് 2 മാസം മുൻപ് MDMAയും കഞ്ചാവും എത്തിച്ച കേസിൽ മുഖ്യപ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. മലപ്പുറം സ്വദേശി ആഷിഖ്, ഫോർട്ട് കൊച്ചി സ്വദേശിനി മാഗി, വൈപ്പിൻ സ്വദേശി ഇസ്മായിൽ സേട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. ലഹരി കടത്തിന് പിന്നിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. പിടിയിലായ 3 പ്രതികളും ഒമാനിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർ ഇടയ്ക്കിടെ നാട്ടിലെത്തിയാണ് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത്. ഇവരിൽ നിന്നും 500 ഗ്രാം MDMA പോലീസ് പിടികൂടി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് ഇവർ ലഹരി കടത്തിയിരുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തോപ്പുംപടി സ്വദേശി ഇർഫാൻ, ഇയാളുടെ പെൺസുഹൃത്ത് ആയിഷ സഹീദ് എന്നിവരിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്ന മുഖ്യപ്രതികളിലേക്ക് പോലീസ് എത്തിയത്. ജനുവരി 30-നും 31-നും ഏകദേശം മൊത്തം 4 കേസ് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി NDPS പിടിച്ചതിനെ ആസ്പദമാക്കിയായിരുന്നു. അപ്പം മട്ടാഞ്ചേരി സബ് ഡിവിഷനിൽ നമ്മളിപ്പോൾ വിളിച്ചത്, നമ്മൾ അന്ന് 4 കേസ് പിടിച്ചതിന്റെ സോഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് 3 പേര് നമ്മൾ സോഴ്സായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ആളെയും കൂടെ ഇന്ന് നമ്മൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ആഷിഖ് എന്ന് പറഞ്ഞ ആള് ഒമാനിൽ നിന്നാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാളെ നമ്മൾ മലപ്പുറമാണ് ഇയാളുടെ വീട്. അപ്പോൾ അവിടെ പോയി വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വന്നതാണ്. സ്കൂളുകളിലടക്കം ലഹരി ഉപയോഗം വ്യാപിച്ചതോടെ പരിശോധനകൾ ശക്തമാക്കും. മൂവാറ്റുപുഴയിലും MDMAയുമായി 3 പേർ എക്സൈസിന്റെ പിടിയിലായി. പൊഴക്കാപ്പള്ളി സ്വദേശി ജാഫർ, നിസാർ, അൻസാർ എന്നിവരാണ് അറസ്റ്റിലായത്. 40.68 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രധാനമായും ലഹരിമരുന്ന് വിറ്റിരുന്നത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് തിരുവനന്തപുരം മാറനല്ലൂർ ഇരട്ട കൊലപാതകം. ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 2021-ലാണ് മാറനല്ലൂർ സ്വദേശികളായ സന്തോഷ്, സുഹൃത്ത് സജീഷ് എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മാറനല്ലൂർ സ്വദേശി പ്രകാശ് എന്ന് വിളിക്കുന്ന അരുൺ രാജിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. മാറനല്ലൂർ സ്വദേശി പ്രകാശ് എന്ന അരുൺ രാജിനെയാണ് ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീർ ആണ് വിധി പറഞ്ഞത്. മാറനല്ലൂർ സ്വദേശി ചപ്പാത്തി സന്തോഷ് എന്ന സന്തോഷ്, പോങ്ങുമൂട് സ്വദേശി പക്രു എന്ന സജീഷ്
എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. 2021 ഓഗസ്റ്റ് 14 രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം. മൂലക്കോണം കുക്കിരിപ്പാറ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പാറക്വാറിയുടെ നടത്തിപ്പുകാരനായിരുന്നു കൊല്ലപ്പെട്ട സന്തോഷ്. പാറമട തൊഴിലാളിയും സന്തോഷിന്റെ സുഹൃത്തുക്കളുമായിരുന്നു ഒപ്പം കൊല്ലപ്പെട്ട സജീഷ്. പാറ പൊട്ടിക്കുന്നതിനെതിരെ അരുൺരാജ് അടക്കമുള്ളവർ മാറനല്ലൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതനായ സന്തോഷ് അരുൺരാജിനെ മർദ്ദിച്ചു. ഇതിന്റെ പകയാണ് ഇരട്ടക്കൊലയിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട സന്തോഷിന്റെ വീട്ടിൽ സംഭവ ദിവസം രാത്രി നടന്ന മദ്യസൽക്കാരത്തിൽ പ്രതിയും പങ്കെടുത്തിരുന്നു. വടിവാൾ ഒളിപ്പിച്ചാണ് ഇയാളെത്തിയത്. കൂട്ടുകാർ പിരിഞ്ഞ ശേഷം സന്തോഷിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ജാക്ക് ഹാമർ ഉപയോഗിക്കുന്ന കമ്പി കൊണ്ട് പ്രതി ആദ്യം സജീഷിന്റെ തലയ്ക്ക് പിന്നിൽ അടിച്ചു വീഴ്ത്തി. തുടർന്ന് ചപ്പാത്ത് സന്തോഷിനെയും അടിച്ചു വീഴ്ത്തിയ പ്രതി വടിവാളുകൊണ്ട് വെട്ടി മരണമുറപ്പിച്ചു. പിന്നീട് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ശിക്ഷയിന്മേൽ ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനും അന്തിമവിധി പറയുന്നതിനുമായി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജിത് കുമാർ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നമ്മൾ ഈയിടെ കൂടുതലായി ചർച്ച ചെയ്യുന്നത് കൗമാരക്കാരെ കുറിച്ചാണ്. കുട്ടികൾ ഉൾപ്പെട്ട ലഹരി കേസും അക്രമവും പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിയ സംഭവങ്ങളും പതിവായി കേൾക്കാറുണ്ടല്ലേ? അപ്പോഴെല്ലാം നമ്മൾ ചോദിക്കും, ഈ കുട്ടികൾക്ക് ഇതെന്തു പറ്റിയെന്ന്. കൗമാരപ്രായം എന്ന് പറയുന്നത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമാണ്. ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ മക്കളുടെ പെരുമാറ്റത്തിലും പ്രതിഫലിക്കാം. ആ പ്രായത്തിൽ അവർക്ക് അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. മാതാപിതാക്കളുടെ നിലപാടുകളെയും നിയന്ത്രണങ്ങളെയും ചോദ്യം ചെയ്തേക്കാം. മദ്യവും ലഹരിയും ഉപയോഗിച്ചേക്കാം. അതിൻ്റെ പേരിൽ കുട്ടികളോട് പൊട്ടിത്തെറിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. ആ പ്രായത്തിൽ മക്കളെ കേൾക്കാനും അവരുടെ വിശ്വാസം നേടാനുമാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ തെറ്റിന് അവരെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് വിപരീത ഫലമേ ഉണ്ടാക്കൂ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.